ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ച് കേൾക്കണേ. മിലോയും മിന്നുവും ഒരു വിശ്വസ്ത സൗഹൃദം. രണ്ടു മുയലുകളുടെ അത്ഭുത സൗഹൃദം. ഒരു മനോഹരമായ പച്ചക്കാട്ടിൽ രണ്ട് കുഞ്ഞൻ മുയലുകൾ താമസിച്ചിരുന്നു. ഒരാളുടെ പേര് മിലോ, മറ്റോളുടെ പേര് മിന്നു. മിലോ വളരെ ചുറുചുറുക്കുള്ളവനായിരുന്നു. അവന് ഓടാനും ചാടാനും പുതിയ സ്ഥലങ്ങൾ കാണാനും വളരെ ഇഷ്ടം. പക്ഷെ മിന്നു ശാന്തയായിരുന്നു. അവൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും. കാട്ടിലെ കുഞ്ഞു പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുകയും പരിക്കേറ്റ മൃഗങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇരുവരും വളരെ വ്യത്യസ്തരായിരുന്നെങ്കിലും അവരുടെ സൗഹൃദം അത്യന്തം ശക്തമായിരുന്നു. പ്രതിരാവിലെയും അവർ ഒരുമിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കും. മരങ്ങൾക്കിടയെതിയെ ഓടും, നിറമുള്ള ശലഭങ്ങളെ പിന്തുടരും, കുളത്തിനരികിലിരുന്ന് തണുത്ത വെള്ളം കുടിക്കും. ഒരു ദിവസം അവർ കാട്ടിന്റെ ആഴത്തിലുള്ള ഭാഗത്തേക്ക് പോയി. അവിടെ വലിയ പൂക്കളും മധുരമുള്ള ക്യാരറ്റുകളും ഉണ്ടായിരുന്നു. വാവ്, ഇത്ര മനോഹരമായ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല, മിലോ സന്തോഷത്തോടെ പറഞ്ഞു. മിന്നു ചിരിച്ചു. നമ്മൾ ഓരോ ദിവസവും ഇവിടെ വരാം. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഭയങ്കര ശബ്ദം കേട്ടു. കാട്ടിനകത്തൊരു വേട്ടക്കാരൻ കടന്നുവന്നു. അവന്റെ കയ്യിൽ വലിയ വലയും ഒരു നീളമുള്ള കോലുമുണ്ടായിരുന്നു. മൃഗങ്ങളെല്ലാം ഭയന്നോടി തുടങ്ങി. മിലോയും മിന്നുവും വേഗത്തിൽ ഓടി. പക്ഷേ ഓടുന്നതിനിടെ മിന്നുവിന്റെ കാലുകൾ ഒരു വലിയ വലയിൽ കുടുങ്ങി. മിലോ, രക്ഷിക്കൂ എന്ന് മിന്നു കരഞ്ഞു. മിലോ ഭയന്ന് മുന്നോട്ടോടി. അവന്റെ ഹൃദയം ശക്തമായി ഇടിക്കുകയായിരുന്നു. കുറച്ചു ദൂരം ഓടിയ ശേഷം അവൻ നിർത്തി. മിന്നുവിന്റെ കരച്ചിൽ ഇപ്പോഴും കേൾക്കാമായിരുന്നു. മിലോയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഞാൻ രക്ഷപ്പെട്ടാലും എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് അപകടത്തിലാണ്. അവൻ ധൈര്യത്തോടെ തിരിച്ചോടി. വേട്ടക്കാരൻ അടുത്തെത്തിക്കൊണ്ടിരുന്നു. എന്നാൽ മിലോ പേടിച്ചില്ല. അവൻ വല കടിക്കാൻ തുടങ്ങി. ഒരു തവണ, 2 തവണ, വീണ്ടും വീണ്ടും. അവന്റെ ചെറിയ പല്ലുകൾ കൊണ്ട് വലയുടെ നൂലുകൾ ഒടിഞ്ഞു തുടങ്ങി. മിന്നു പ്രതീക്ഷയോടെ നോക്കി നിന്നു. അവസാനം വല പൊട്ടി. മിലോ, നീ എന്നെ രക്ഷിച്ചു, മിന്നു സന്തോഷത്തോടെ പറഞ്ഞു. ഇരുവരും വേഗത്തിലോടി കാട്ടിലെ വലിയ മരത്തിന്റെ പിന്നിൽ ഒളിച്ചു. വേട്ടക്കാരൻ അവരെ കണ്ടെത്താനായില്ല. അവൻ കോപത്തോടെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. സൂര്യൻ അസ്തമിക്കുമ്പോൾ മിലോയും മിന്നുവും ഒരു കുന്നിൻ മുകളിലിരുന്നു. ആകാശം മനോഹരമായ ഓറഞ്ച് നിറമായി മാറി. മിന്നു മൃദുവായി പറഞ്ഞു, സത്യമായ സുഹൃത്തുക്കൾ ഒരിക്കലും തമ്മിൽ വിട്ടുപോകില്ല. മിലോ ചിരിച്ചു. സുഹൃത്തെന്നത് ഒരുമിച്ച് കളിക്കുന്നവൻ മാത്രമല്ല, അപകടത്തിൽ കൂടെ നിൽക്കുന്നവനാണ്. അന്നു മുതൽ അവരുടെ സൗഹൃദം കാട്ടിലെ എല്ലാവർക്കും ഒരു മാതൃകയായി മാറി. ഗുണപാഠം: ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥയിൽ കാണാം.